ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമ്മളിന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. ദോശയ്ക്കും ചപ്പാത്തിക്കും അതുപോലെ തന്നെ അപ്പത്തിനും ഒക്കെ ഒപ്പം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനുള്ള ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കുക. ഇതിലേക്ക് 2 ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 2-3 ഗ്രാമ്പൂ, പിന്നെ ഏലക്ക ഇത്രയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് ചേർക്കാൻ. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. വല്ലാതെ ബ്രൗൺ നിറത്തിൽ വഴണ്ടി വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതൊരു ക്യൂബ് സൈസിൽ കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ടതൊരു 2 മിനിറ്റ് ഇങ്ങനെ ഈ എണ്ണയിൽ കിടന്നിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ തലേദിവസം വാങ്ങിയ ചിക്കൻ ആയതുകൊണ്ട് കഴുകി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ അതുപോലെ തന്നെ കഴുകിയതിന് ശേഷം യൂസ് ചെയ്യാം. ഇത് 1/2 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം. ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ ചിക്കനും അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഓൾറെഡി ഒരു 10 കാഷ്യൂനട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി യൂസ് ചെയ്യാനാണ്. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 3 ചെറിയുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത കാഷ്യൂനട്ട്, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇപ്പം ഞാൻ നേരത്തെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്തുകൊണ്ട് 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. നിങ്ങളത് ചേർത്തിട്ടില്ലെങ്കിൽ 2 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു വലിയ തക്കാളി ഇതേപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റും കൂടെ ഇതൊന്ന് വേവിക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതാ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരച്ചതും ചേർത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിക്ക് തിക്നെസ് പോരാ, അല്ല തിക്നെസ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടി ചേർക്കുക. പിന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. അപ്പോൾ എരിവൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കറി ഒന്ന് ജസ്റ്റ് കുറുക്കി വന്നാൽ മതി. ഒരുപാട് കുറുകുകയും വേണ്ട, കാരണം ഇന്ന് വീണ്ടും സെറ്റാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര ആയാൽ മതി. ഈ ഒരു പരുവത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ചിക്കൻ കുറുമ ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്.